ചേട്ടാ, നമ്മുടെ ഈ മുനമ്പം ഒരു വലിയ കീറാമുട്ടിയായിരിക്കുകയാണ്. വാസ്തവത്തിൽ മുസ്ലിം ലീഗ് പുലിവാല് പിടിച്ചിരിക്കുകയാണ്. കാരണം ലീഗിൽ ഒരു വിഭാഗം ഇത് വഖഫ് ഭൂമി അല്ല എന്നൊരു നിലപാട് പറയാതെ പറയുമ്പോൾ, മറ്റൊരു വിഭാഗം ഇത് വഖഫ് ഭൂമിയാണ്, ഇതാർക്കും വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്നു. ഇപ്പോൾ അത് കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി ശിഹാബ് തങ്ങളും ഒക്കെ ഇടപെട്ട് അത് ലീഗിന് ഒരു സ്വരമേ ഉള്ളൂ, ഒരു ശബ്ദമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞെങ്കിലും ലീഗിനകത്ത് വലിയ അസ്വസ്ഥതകൾ പുകയുകയാണ്. എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? ഇതിനകത്ത് ഒരൊറ്റ മുസ്ലിം സംഘടനകളും മുസ്ലിം ലീഗ് അടക്കമുള്ള മുസ്ലിം സംഘടനകളാരും അടിസ്ഥാനപരമായി ഇത് വഖഫ് ഭൂമി അല്ല എന്ന് പറയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇത് വഖഫ് ഭൂമിയാണ് എന്നാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. എല്ലാവരുടെയും അഭിപ്രായം തന്നെയാണ്. പക്ഷേ 614 കുടുംബങ്ങൾ മുനമ്പത്ത് താമസിക്കുന്നുണ്ട്. ഇപ്പോഴും അവർ വസ്തു എഴുതി വാങ്ങിച്ചവരാണ്, തീരാധാരം എഴുതി വാങ്ങിച്ചവരാണ് ഈ 614 കുടുംബങ്ങൾ. അതിൽ ബഹുഭൂരിപക്ഷം 400-ലധികം പേര് ലത്തീൻ കത്തോലിക്കരാണ്. 60ഓളം ഈഴവ കുടുംബങ്ങളുണ്ട്. ഒറ്റ മുസ്ലിം കുടുംബം മാത്രമേ ഉള്ളൂ ഈ മുനമ്പത്ത് താമസക്കാരുള്ളത്. ബാക്കി ഷെഡ്യൂൾഡ് കാസ്റ്റ് പട്ടികജാതി പട്ടികവിഭാഗത്തിൽപ്പെട്ടവരാണ്. അപ്പം ഇതിനകത്ത് അടിസ്ഥാനപരമായി ഒത്തിരി കാര്യങ്ങൾ കിടക്കുന്നു. ഇവിടെ യഥാർത്ഥത്തിൽ പുലിവാല് പിടിച്ചിരിക്കുന്നത് മുസ്ലിം ലീഗ് മാത്രമല്ല, UDF മാത്രമല്ല, LDF അടക്കമുള്ളവരെല്ലാം പുലിവാല് പിടിച്ചിരിക്കുകയാണ് കൃത്യമായിട്ട്. ഒന്ന് ഓർത്ത് നോക്കിക്കേ, നിയമസഭയിൽ ഇത്രയും ഇടത് വലത് മുന്നണികളെല്ലാം ഒരുമിച്ച് വഖഫ് നിയമ ഭേദഗതിക്കെതിരായിട്ട് നിയമസഭയിൽ പ്രമേയം പാസ്സാക്കി. അത് കഴിഞ്ഞ് ഉടൻ ഈ വേളാങ്കണ്ണി പള്ളി, അതായത് ഇവിടെ ഒരു പള്ളിയുണ്ട് ഈ മുനമ്പത്ത്, പള്ളിയിൽ വന്ന് സമരം ചെയ്യുന്നവർക്ക് അനുകൂലമായിട്ട് അവരെ ഇറക്കത്തില്ലെന്ന് പറയേണ്ടിയും വന്നു. അത് തന്നെ അവരുടെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാക്കാം. ഇതെങ്ങനെയാണ് ഇതിനകത്ത് ഈ വഖഫ് നിയമത്തിൽ ഭേദഗതി വരുത്താതെ ഇവരെ ഇവിടുന്ന് കുടിയിറക്കാതിരിക്കുന്നത് എങ്ങനെയെന്നുള്ള കാര്യത്തിൽ സത്യത്തിൽ ഒരു വ്യക്തതയും ആർക്കുമില്ല. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗിൽ ഈ രണ്ട് അഭിപ്രായം കൃത്യമായിട്ട് രൂപപ്പെട്ടു. ഈ മുസ്ലിം ലീഗ് ഇപ്പം പറയുന്ന ഈ രണ്ട് അഭിപ്രായം വാസ്തവത്തിൽ അതൊരു പൊട്ടിത്തെറിയിലേക്ക് പോകുമോ? പിന്നെ തീർച്ചയായിട്ടും മുസ്ലിം ലീഗ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഭരണം നിലനിർത്തുക, അല്ലെങ്കിൽ ഭരണമല്ല അവരുടെ ഒരു മുന്നണി സംവിധാനം നിലനിർത്തുക എന്ന ഒരു കാര്യം. ഇപ്പോൾ കോൺഗ്രസുമായി ചേർന്നാണല്ലോ അവർ നിൽക്കുന്നത്. മുസ്ലിം ന്യൂനപക്ഷങ്ങൾ എന്ന് പറയുന്നവരെ കൂടെ നിർത്തുക എന്നതാണ് കോൺഗ്രസിൻ്റെ നയം. അതനുസരിച്ച് മുസ്ലിം ലീഗ് കോൺഗ്രസിനോട് ഒപ്പം നിൽക്കുന്നു, ആ നയത്തിനനുസൃതമായിട്ട്. പക്ഷേ എതിർവശത്ത് ക്രിസ്ത്യൻ സഭകളാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ക്രിസ്ത്യൻ സഭകളാണ് എതിർവശത്തായതുകൊണ്ട് കൂടിയാണ് ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥാവകാശം എന്ന് പറയുന്നത് ക്രിസ്ത്യൻ സഭയിൽപ്പെടെ. ഞാൻ പറഞ്ഞല്ലോ, ലത്തീൻ കത്തോലിക്ക 415 കുടുംബങ്ങളുണ്ട്. ലത്തീൻ കത്തോലിക്ക കുടുംബങ്ങൾ അവിടെ ഉണ്ട്. അത് സഭ ഒന്നടങ്കം, കേരളത്തിൽ സഭ ഒന്നടങ്കം പിതാക്കന്മാരടക്കമുള്ളവരെല്ലാം ഈ വളരെ കൃത്യമായിട്ട് അതിൽ നിൽക്കുകയാണ്. അവരെ തള്ളിയോ അവരെ എതിർത്തോ ഒരു തീരുമാനത്തിലെത്താൻ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയത്തില്ല. അതാണ് അവരുടെ പ്രത്യേകിച്ച് കോൺഗ്രസിന് ഒട്ടും കഴിയത്തില്ല. അതുകൊണ്ട് ഇതൊക്കെയാണ്. അപ്പോൾ മുനമ്പത്ത് അവരെ ഇപ്പോൾ പറയുന്നത്, ഇപ്പോൾ സർക്കാരാണെങ്കിൽ ഒരു കമ്മീഷനെ നിയമിച്ച് തൽക്കാലത്തേക്ക് കൈകഴുകി മാറിയിരിക്കുകയാണ്, തടിയൂരിയിരിക്കുകയാണ്. ആ അർത്ഥത്തിൽ ഇടതുപക്ഷവും. കാരണം 3 മാസത്തിനകത്ത് റിപ്പോർട്ട് വന്നു. എന്ത് റിപ്പോർട്ട് വന്നാലും ഇവരെ കുടിയിറക്കാൻ പറ്റത്തില്ല എന്ന ഒരു വസ്തുത അവിടെ അവശേഷിക്കുന്നു. കുടിയിറക്കാൻ പറ്റത്തില്ല. അതേ അവസരത്തിൽ തന്നെ ഇത് വഖഫ് ഭൂമി ആയിരിക്കെ ഇത് ഈ ഒരു മുനമ്പത്തെ മാത്രം പ്രശ്നമല്ല എന്നുള്ളതാണ് അലട്ടുന്നത്. മുസ്ലിം ലീഗ് അടക്കമുള്ള മുസ്ലിം സമുദായ സംഘടനകളെ അലട്ടുന്നത് അതാണ്. ഇവരെ കുടിയിറക്കാൻ ഇത് ഇവിടെ കൊണ്ട് മാത്രം അവസാനിക്കുന്ന സാഹചര്യത്തിൽ. അപ്പോൾ തന്നെ ഗുരുവായൂർ വേറൊരു 5.49 ഏക്കറിന് നോട്ടീസ് അയച്ചല്ലോ, വഖഫ് ഭൂമിയാണ് മാറുന്നതെന്നും പറഞ്ഞ് വേറൊരു തഹസിൽദാർ നോട്ടീസ് അയച്ചു. ഇവർക്ക് ഇത് ഈ സ്ഥലം ആക്ച്വലി തിരുവിതാംകൂർ മഹാരാജാവ് ഗുജറാത്തി അബ്ദുൽ സത്താർ സേഠിന് ആദ്യം പാട്ടത്തിന് നൽകി, അദ്ദേഹത്തിൻ്റെ അവകാശിക്ക് തീർ നൽകി. അദ്ദേഹം ഇത് ഫറൂഖ് കോളേജിന് ദാനമായി നൽകി എന്നാണ് പറയുന്നത്. ദാനമായി നൽകി. ഇപ്പം ഇതിനകത്ത് വഖഫ് എന്നൊരു പദം കടന്നു വന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ വഖഫാണെന്നുള്ളതിനെ പറ്റിയുള്ള ഒരു തർക്കത്തിലേക്ക് അവകാശവാദം ഉന്നയിക്കുന്നതിന് കാരണം അതാണ്. പക്ഷേ ഈ സ്ഥലമെന്ന് പറയുന്നത് ഫറൂഖ് കോളേജ് എൻ്റെ ഉടമസ്ഥാവകാശം ചോദ്യം ചെയ്തുകൊണ്ട് ഉണ്ടായ കേസിൽ ഹൈക്കോടതി ഫറൂഖ് കോളേജിന് അനുകൂലമായിട്ടാണ് തീരുമാനമെടുത്തത്. ആ തീരുമാനത്തിൻ്റെ ബലത്തിൽ ആണ് ഫറൂഖ് കോളേജ് അധികൃതർ ഈ ഭൂമി തീറാധാരം കൊടുത്ത്, കാശ് വാങ്ങിച്ച് തീറാധാരം വസ്തുക്കൾ കൊടുത്തവരാണ് ഇപ്പോഴവിടെ താമസിക്കുന്നത്. പിന്നീട് അത് വഖഫാണെന്ന് അവകാശപ്പെട്ടു വരുമ്പോൾ ഇത് ഇവിടെ മാത്രം അവസാനിക്കുന്ന ഒരു വിഷയമല്ലെന്നറിയാം. യഥാർത്ഥത്തിൽ
നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന വഖഫ് നിയമ ഭേദഗതി ബില്ലിൽ ഒരുപാട് നല്ല വശങ്ങളുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ എന്ത് കാര്യത്തിലും ഒരു പിന്നെ ഇത് വളർത്തിയെടുക്കുക എന്നുള്ളത് കൊണ്ടുവന്നത് കൊണ്ട് അത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. കാരണം ഈ കൃത്യമായിട്ടും പിന്നെ വഖഫ് ഭൂമി എന്ന് പറയുന്ന വഖഫ് ചെയ്യാൻ കഴിയുന്നത് എന്ന് പറയുന്നത് അവരുടെ കുടുംബത്തിന് ആവശ്യമുള്ള ഭൂമി വെച്ച് കഴിഞ്ഞതിന് ശേഷമേ ഇങ്ങനെ ചെയ്യാൻ പറ്റൂ. ഇസ്ലാം മതം എന്ന് പറയുന്നത് 5 വർഷമെങ്കിലും ആചരിച്ചവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. ഇതെല്ലാം ഈ പുതിയ നിയമത്തിലുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാം നിയമപ്രകാരം അല്ലെങ്കിൽ ഇസ്ലാം വിശ്വാസപ്രകാരം ചെയ്യുന്നൊരു കാര്യം 5 വർഷക്കാലമെങ്കിലും ഇസ്ലാം മതവിശ്വാസികളായിരുന്നവർക്ക് ഇത് ചെയ്യാൻ പറ്റൂ എന്ന് പറയുന്നതിൽ എന്താണ് അപാകത എന്ന് മനസ്സിലാകുന്നില്ല. അതേപോലെ തന്നെ ഈ അവകാശികൾക്ക് ഭൂമി വെച്ച് മിനിമം വെച്ച് കൊടുത്തതിന് ശേഷമേ വഖഫ് ചെയ്യാവൂ എന്ന നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നതും അവരുടെ ഒരു സുരക്ഷിതത്വത്തെ കരുതി അല്ലേ. ആക്ച്വലി ഇവിടെ ഇപ്പോൾ പിന്നെ ഈ കോളേജിന് സ്ഥലം ആവശ്യമില്ലാതെ വന്നാൽ കുടുംബത്തിന് തിരിച്ചു കൊടുക്കണമെന്നൊരു ക്ലോസ് സത്യത്തിൽ ഉണ്ടാക്കിയ കരാറിലുണ്ടായിരുന്നു. ഒരു കൊടുത്തുകളുണ്ടായിരുന്നു. അത് പാലിക്കപ്പെട്ടില്ലെന്നുള്ളതാണ് ഒരു വസ്തുത. അപ്പോൾ ഇതിനകത്തൊരു പ്രധാന കക്ഷി പ്രതി എന്ന് പറയുന്നത് ഫറൂഖ് കോളേജാണല്ലോ. അപ്പോൾ ഈ ഫറൂഖ് കോളേജിന് എതിരായിട്ട് എന്ത് നടപടി നടക്കുന്നു എന്നുള്ളതും നമുക്ക് അറിഞ്ഞുകൂടാ. അവരെ ഇതിനകത്ത് അവരെ നിശബ്ദരാണെന്ന് തോന്നുന്നു. ചുരുക്കി പറഞ്ഞാൽ കലങ്ങി മറിഞ്ഞ ഒരവസ്ഥയാണ് ഈ മുനമ്പത്തെ. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിലെ രാഷ്ട്രീയ അന്തർധാരകളും ഒക്കെ ആയിട്ട് ഇതിന് പ്രത്യേകമായ ഒരു അടുപ്പം വരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതുപോലെ പാണക്കാട്ട് തങ്ങളുടെ സംഘടനാപരമായി പറയുമ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് പാണക്കാട് സംസ്ഥാന നേതൃത്വവും മലപ്പുറം ജില്ലാ നേതൃത്വവും ഇതാണല്ലോ കേരളത്തിലെ മുസ്ലിം. അവിടുത്തെ ഭാരവാഹികളെല്ലാം പാണക്കാട്ട് കുടുംബത്തിൽ നിന്ന്, കൊടപ്പനക്കൽ കുടുംബത്തിൽ നിന്നുള്ളവരാണ്. യഥാർത്ഥത്തിൽ കേരളത്തിൽ സംസ്ഥാന ഘടകം മുസ്ലിം ലീഗ് രൂപീകരിച്ചതിന് ശേഷം 17 വർഷക്കാലം അബ്ദുറഹിമാൻ ബാഫക്കിത്തങ്ങളായിരുന്നു പ്രസിഡന്റ്. 73 ആണ് ഈ പൂക്കോയത്തങ്ങൾ പാണക്കാട്ട് പൂക്കോയത്തങ്ങൾ വരുന്നത്. പൂക്കോയത്തങ്ങൾക്ക് 2 വർഷമേ ഇരിക്കാൻ കഴിഞ്ഞുള്ളൂ. അദ്ദേഹം മരിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം വേണ്ട 35 വർഷക്കാലം അദ്ദേഹത്തിൻ്റെ മൂത്ത പുത്രൻ ശിഹാബ് തങ്ങളായിരുന്നു. അദ്ദേഹമായിരുന്നു മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സഹോദരനായി കുറച്ചു കാലം. സഹോദരൻ മരിച്ചപ്പോഴാണ് ഇപ്പോൾ ശിഹാബ് തങ്ങളുടെ മകൻ ഇപ്പോൾ ഇതിൽ. അപ്പോൾ ഇവിടെ നടക്കുന്നത് മുസ്ലിം ലീഗിലുള്ള വേറെ ഇതിന് വ്യത്യസ്തമായ വേറൊരു ധാര ഉണ്ട്. ഇവിടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു തന്ത്രപരമായ സമീപനം എടുത്തിരുന്ന പാർട്ടിയാണല്ലോ. 1967 മുസ്ലിം ലീഗ് അധികാരത്തിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ CPM-നോട് ഇടതുപക്ഷത്തോട് ചേർന്നാണ് വരുന്നത്. അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു CH മുഹമ്മദ് കോയ. അന്നാണ് നിരവധി 100 കണക്കിന് വിദ്യാലയങ്ങൾ ഈ മലബാറിൽ ഈ മുസ്ലിം സമുദായത്തിന് അനുവദിക്കപ്പെട്ട് പാണക്കാട് തങ്ങൾ കുടുംബത്തിനൊക്കെ നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അതെല്ലാം അതിനുശേഷമാണ് ഈ അനുവദിക്കപ്പെട്ടത്. അങ്ങനെ ഒരു സാമ്പത്തിക സ്രോതസ്സ് ഒക്കെ ഇവരുണ്ടാക്കുന്ന മുസ്ലിം ലീഗ് അധികാരത്തിൽ ഇരുന്നുകൊണ്ടാണ്. അപ്പോൾ അത് നിലനിർത്തണം എന്ന ഒരു താല്പര്യം ഉള്ളതോടൊപ്പം തന്നെ അതിനപ്പോൾ തീവ്രമായ ഒരു ഇസ്ലാമിക് സംവിധാനം, ഒരു ധാരയോട് ഇവിടെ കേരളത്തിൽ വളർന്നു വരുന്നുണ്ട്. അവർ മുസ്ലിം ലീഗിന് എതിരാണ് ബേസിക്കലി. പക്ഷേ ഈ ഭരണത്തിൽ നിന്നുകൊണ്ട് ലഭിക്കുന്ന നേട്ടങ്ങളുണ്ടല്ലോ കാലാകാലങ്ങൾ. അതിനുശേഷം ഈ 15 വർഷക്കാലം 67 തൊട്ട് പിന്നെ തുടർച്ചയായി മുസ്ലിം ലീഗ് അധികാരത്തിലുണ്ടായിരുന്നു. 50 ദിവസം മുഖ്യമന്ത്രിയായിരുന്നു ഇവിടെ മുസ്ലിം മുഖ്യമന്ത്രിയായിരുന്നു. മുസ്ലിം ലീഗ് CH മുഹമ്മദ് 50 ദിവസം മുഖ്യമന്ത്രിയായിരുന്നു. അത് കഴിഞ്ഞ് മുന്നണി സംവിധാനത്തിൽ ഒന്നിടവിട്ട് ഇങ്ങനെ കൃത്യമായിട്ട് മുസ്ലിം ലീഗിന് അധികാരം ഉണ്ടായിരുന്നു. പിന്നെ 21 ഈ രണ്ടാം പിണറായി സർക്കാർ വന്നപ്പോഴാണ് ഈ അധികാരത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. 5 വർഷത്തിലധികമായിട്ട് വിട്ടുനിൽക്കേണ്ട ഒരവസ്ഥ മുസ്ലിം ലീഗിനുണ്ടായിരുന്നു. അത് അവരെ അതിഭയങ്കരമായിട്ട് അന്ന് തൊട്ട് ബാധിച്ചിട്ടുണ്ട് എന്നതാണ് സത്യം. അന്ന് തൊട്ട് മുസ്ലിം ലീഗിൽ വളരെ കൃത്യമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. എങ്ങനെയാണ് തിരിച്ച് ഈ ഇടതുപക്ഷത്തേക്ക് പോരാനുള്ള ഒരു ചിന്തയിടയ്ക്കുണ്ടായിരുന്നു. അതിനെ ഇടതുപക്ഷം സപ്പോർട്ട് ചെയ്തിരുന്നു. അവരത് ശരിയാക്കിയെടുക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ പല കാരണം കൊണ്ട് ഈ പറഞ്ഞ കൂട്ട് പല കാരണം കൊണ്ടും അഖിലേന്ത്യാ തലത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൊണ്ടുമൊക്കെ കോൺഗ്രസിൻ്റെ കൊണ്ട് എപ്പോഴും അങ്ങനെ കോൺഗ്രസിനെ വിട്ടുപോകാൻ സാധ്യമല്ലാത്തൊരവസ്ഥ ഉള്ളത് കൊണ്ട് ഇങ്ങനെ പോകണം. അപ്പോൾ പോലും ഇതിനകത്ത് കുഞ്ഞാലിക്കുട്ടി സാഹബ് അദ്ദേഹവും കൊടപ്പനക്കൽ തറവാടുമായിട്ടുള്ള ഒരു ബന്ധമാണ് ഇങ്ങനെ നിയന്ത്രിച്ചുകൊണ്ട് പോകുന്നത്. ഇതിനെതിരെയുള്ള ഒരു വിമത ശബ്ദം മുസ്ലിം ലീഗിൽ, അതായത് ചുരുക്കി പറഞ്ഞാൽ ലീഗിനുള്ളിലെ ഒരു വിഭാഗീയത, ഗ്രൂപ്പിസം, കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗവും അതിനെതിരായി നിൽക്കുന്ന ഒരു വിഭാഗവും ഈ മുനമ്പത്തെ തങ്ങളുടെ നേട്ടത്തിന് വേണ്ടി, തങ്ങളുടെ വിഭാഗീയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഗ്രൂപ്പ് ആ മുസ്ലിം ലീഗിൻ്റെ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ KM ഷാജി വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. KM ഷാജി അത് ഓപ്പണായിട്ടൊക്കെ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. മുൻപത്തേത് വഖഫ് ഭൂമി തന്നെയാണ്, അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് KM ഷാജി പറഞ്ഞു. ഉടൻ തന്നെ ET മുഹമ്മദ് ബഷീർ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. ET മുഹമ്മദ് ബഷീർ അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തു. അദ്ദേഹം അല്പം കൂടെ ഒന്ന് മയപ്പെടുത്തി പിന്തുണച്ചു എന്നുള്ളതേ ഉള്ളൂ.
ഇത് രണ്ടുപേരും പറയുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ് തീർന്നപ്പോൾ തന്നെ കുഞ്ഞാലിക്കുട്ടി അതിന് മറുപടിയും പറഞ്ഞു, ഇത് മറ്റ് വിഭാഗീയ ശക്തികളിൽ ഉപയോഗിക്കുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ മുസ്ലിം ലീഗിന് ഒരേ അഭിപ്രായമേ ഉള്ളൂ, കുടിയിറക്കരുത് എന്നൊരു അഭിപ്രായമുള്ളൂ. കുടിയിറക്കരുത് എന്ന അഭിപ്രായം പറയുമ്പോഴും വഖഫ് ഭൂമി അല്ല എന്ന് പറയാൻ കുഞ്ഞാലിക്കുട്ടിയും തയ്യാറാകുന്നില്ല. അതാണ് അത് രസകരമായൊരു കാര്യം. പക്ഷേ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, പാണക്കാട് തങ്ങൾ പാർട്ടിയുടെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം ലീഗിന് ഒരു ശബ്ദമേ ഉള്ളൂ, രണ്ടാമതൊന്നില്ല, അതുകൊണ്ട് ഈ കാര്യത്തിൽ ആരും പാർട്ടി ചമഞ്ഞു വരണ്ട. അദ്ദേഹത്തിന്റെ വാക്കുകൾ വളരെ ശ്രദ്ധിക്കണം, പാർട്ടി ചമഞ്ഞു വരണ്ട എന്നാണ് അദ്ദേഹം. അപ്പോൾ അതിനകത്ത് പാർട്ടി ചമഞ്ഞു വരുന്നവരും പാർട്ടിയുടെ നേതൃത്വത്തെ വെല്ലുവിളിക്കുന്നവരും ഉണ്ടെന്ന് കൃത്യമായിട്ട് അദ്ദേഹം ധ്വനിപ്പിച്ചിരിക്കുകയാണല്ലോ. അദ്ദേഹം ഒറ്റ വാക്കി പറയട്ടെ ചേട്ടാ, ഇത് എങ്ങനെ ലീഗ് പിളരുമോ? എന്താണ് ഈ കാര്യത്തിൽ? ഇക്കാര്യത്തിൽ നമുക്ക് ലീഗ് പിളർന്നേക്കുമെന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത്. കാരണം ഈ ലീഗ് പിളരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇവിടെ എല്ലാ കക്ഷികളും പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ കക്ഷികളും പെട്ടു നിൽക്കുകയാണ്, ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുപോലെ പെട്ടു നിൽക്കുകയാണ്. അത് ഈ പ്രധാനമായും ക്രൈസ്തവ സഭാ നേതൃത്വം ഈ ഭാഗത്തുള്ളതുകൊണ്ടാണ്, ശക്തമായതുകൊണ്ടാണ്. കാരണം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ സഭാ നേതൃത്വത്തെ ഒറ്റയടിക്ക് തള്ളിക്കൊണ്ട് ഒരു തീരുമാനം എടുക്കാൻ കഴിയത്തില്ല. അവർക്ക് ഒരു ജീവമരണ പോരാട്ടമാണ്, അവർക്ക് ഒരു ജീവൻമരണ പോരാട്ടമാണ്. അങ്ങനെയാണല്ലോ, ഡു ഓർ ഡൈ. അതെ. അപ്പോൾ ആ അവസ്ഥയിൽ നിൽക്കുന്ന അവസരത്തിൽ അങ്ങനെ പറ്റത്തില്ല. അതുകൊണ്ട് ആണ് ഇത് ഇത്ര രൂക്ഷമായി മാറിയതും ഇത് വന്നത് ഇങ്ങനെ നിൽക്കുന്നത്. എന്ത് ആണെങ്കിൽ പോലും ഇതിനകത്ത്, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ തന്നെ മുസ്ലിം ലീഗിലെ മുസ്ലിം സമൂഹത്തിനിടയിൽ ഈ പാണക്കാട് തങ്ങളുടെ അപ്രമാദിത്വം ലീഗ് അംഗീകരിക്കുന്നു. അതല്ലാത്ത നമ്മൾ കോൺഗ്രസിലെ ആര്യാടൻ മുഹമ്മദ് ആണ് ഏറ്റവും നട്ടലോടുകൂടി ഇവിടെ നിന്ന് പറഞ്ഞിരിക്കുന്ന ഒരു നേതാവ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, പാണക്കാട്ട് തങ്ങൾ എൻ്റെ ആത്മീയ ആചാര്യനല്ല, പാണക്കാട്ട് തങ്ങളെ ഞാൻ കാണുന്നത് അദ്ദേഹം അന്ന് കോൺഗ്രസ് മുസ്ലിം ലീഗിനോടൊപ്പം നിൽക്കുമ്പോൾ തന്നെയാണ് ഈ ആര്യാടൻ മുഹമ്മദ് പറഞ്ഞിരിക്കുന്നത്. അത് അദ്ദേഹം എൻ്റെ ആധ്യാത്മിക ആചാര്യനല്ല, അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റാണ് എന്നുള്ളതേ ഉള്ളൂ. അദ്ദേഹം അങ്ങനെ ഒരു അധികാരം മുസ്ലിങ്ങൾ മൊത്തത്തിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല എന്ന്. അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ കോൺഗ്രസ് വേറൊരു കോൺഗ്രസ് നേതാവ് കോൺഗ്രസ് ഒരു മുസ്ലിം നേതാവും തയ്യാറാകത്തില്ല, ഇനി തയ്യാറാകത്തുമില്ല. എല്ലാവരും ഇങ്ങനെ അത് എന്തോ ആര്യാടൻ മുഹമ്മദ് വളരെ കൃത്യമായിരുന്നു, ആ നിലപാട് അദ്ദേഹം ഒരിക്കലും മാറ്റിയിട്ടുമില്ല. അങ്ങനെയാണ്. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, ഈ തീവ്ര ഇസ്ലാമിസ്റ്റ് വാദികളെന്ന് പറയുന്ന ഒരു വിഭാഗം വളർന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. അവരുടെ കയ്യിലേക്ക് ഈ നേതൃത്വം, മുസ്ലിം സമൂഹത്തിൻ്റെ നേതൃത്വം പോകുമോ എന്ന ഭയം മുസ്ലിം ലീഗിനുണ്ട്. അപ്പം അത് ഉപയോഗപ്പെടുത്തുകയാണ്. ഇവിടെ ഇപ്പോൾ ഈ വിഷയത്തിൽ പിന്നെ പാണക്കാട്ട് തങ്ങൾക്കും കുഞ്ഞാലിക്കുട്ടിക്കും ഉള്ള അഭിപ്രായമുണ്ടല്ലോ, എങ്ങനെ കുടിയിറക്കത്തില്ല എന്ന് പറയുന്നതിന് ഘടകവിരുദ്ധമായ അഭിപ്രായമാണ് മറ്റൊക്കെ. ഇതിനകത്ത് കുടിയിറക്കുക ഒന്നുമല്ല, കോടതി നിശ്ചയിക്കട്ടെ, വഖഫ് നിയമപ്രകാരം കോടതി നിശ്ചയിക്കട്ടെ എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ പക്ഷേ വളരെ കൃത്യമായിട്ട് ഈ വിഷയത്തിൽ തട്ടി ലീഗ് പിളരുമോ? അതാണ് നമ്മുടെ അല്ല, തീർച്ചയായിട്ടും പിളരാനുള്ള സാധ്യത ഏറെയുണ്ട്. അതായത് ഈ വളർന്നു വരുന്ന തീവ്ര മുസ്ലിം ഇസ്ലാമിക പക്ഷം ലീഗിനെ അതിന് നിർബന്ധിതരാക്കും. ഇത് വഖഫ് ഭൂമിയാണ്, ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ട, മതപരമായ കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യേണ്ട എന്നുള്ള നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ലീഗിനെ നിർബന്ധിതരാക്കുന്നു. ഇത് ലീഗിനുള്ളിൽ ഒരു വലിയ ക്ലാഷ് വരികയും ലീഗ് രണ്ടായിട്ട് പിരിയാനുമുള്ള സാധ്യതയുണ്ട് എന്നാണ്. ഇത്തരമൊരു സാധ്യത നേരത്തെ തന്നെ ഇടതുപക്ഷം കണ്ടിരുന്നു. കാരണം ഇടതുപക്ഷത്തിന് ഇത് ചെയ്യാൻ ശ്രമിച്ചിരുന്നു. ഏതാണ് മുസ്ലിം വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്ത് ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നാണ് അതിനെ പറയുന്നത്. എന്നാൽ ഈ ചില ചാനൽ ചർച്ചയിൽ നടക്കുന്നവരൊക്കെ പറയുന്നവർ പിണറായി വിജയൻ്റെ ഒരു സോഷ്യൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഫലമായിട്ട് മുസ്ലിങ്ങളുടെ ഒരു വലിയ വിഭാഗം ഇങ്ങനെ നിൽക്കുന്നു, ആ വോട്ട് അങ്ങനെ ഒരു വോട്ട് സമവാക്യം അദ്ദേഹം രൂപീകരിച്ചു എന്നൊക്കെയാണ് ധരിച്ചിരുന്നതും പറഞ്ഞിരുന്നതും. പക്ഷേ വളരെ പെട്ടെന്ന് അവർക്ക് അതിൽ നിന്ന് മാറേണ്ടി വന്നു. എങ്ങനെ മാറേണ്ടി വന്നു? ഈ തെരഞ്ഞെടുപ്പുകളിൽ, ഏറ്റവും പുതിയ തെരഞ്ഞെടുപ്പുകളിലടക്കം തങ്ങളുടെ വോട്ട് ബാങ്കിൽ ഉണ്ടാകുന്ന ഒരു വിള്ളൽ ഉണ്ടാകുന്നു എന്ന് കണ്ടപ്പോൾ ആ അഭിപ്രായത്തിൽ നിന്നും അവർക്ക് പതിയെ മാറേണ്ടി വന്നു. കാരണം അങ്ങനെ ആ വിഭാഗത്തെ മാത്രം കൂടെ നിർത്തിക്കൊണ്ട് പിന്നെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ തങ്ങൾക്ക് അടിസ്ഥാനപരമായുള്ള വോട്ടിൽ വ്യത്യാസം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടൊരു സമീപനമാണ് പിന്നെ LDF എടുക്കുന്നത്. CPM അവരുടെ പാർട്ടി കോൺഗ്രസിലൂടെയും അല്ലെങ്കിൽ പാർട്ടി സമ്മേളനങ്ങളിലൂടെയും അത് ഉറപ്പാക്കുകയും ചെയ്യും. അത് കാരണം അതല്ലാതെ മുമ്പോട്ട് നീങ്ങാൻ ഇടതുപക്ഷത്തിന് കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പിന്നെ ഇടതുപക്ഷത്തും വളരെ സൂക്ഷിച്ച ഇക്കാര്യത്തെ സമീപിക്കാൻ നിവൃത്തിയുള്ളൂ, ഇക്കാര്യത്തെ കടക്കാൻ നിവൃത്തിയുള്ളൂ, അത് വലത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഈ പിളർപ്പിനെ ഒഴിവാക്കുന്ന ഘടകങ്ങളാണ്. കാരണം എങ്ങനെയായാലും ഇവർക്ക് രണ്ടു കൂട്ടർക്കും പിന്നെ ഒരുമിച്ച് നിന്നേ മതിയാവും എന്നൊരു തോന്നൽ ഉണ്ടാകും. പക്ഷേ ഇതിനകത്തെ വിഷയം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം അപ്രമാദിത്വം പാണക്കാട്ടത്തങ്ങൾക്കാണ്. പാണക്കാട്ടത്തങ്ങളെ പുറകിൽ നിന്ന് നിയന്ത്രിക്കുന്നത് കുഞ്ഞാലിക്കുട്ടിയാണ്. ഇങ്ങനെ വളരെ കൃത്യമായൊരു അഭിപ്രായമുള്ള ഒരു വലിയ സംഘം ഇതിനകത്തുണ്ട്.
കുറേ കൂടെ തീവ്രമായ മുസ്ലിം നിലപാട്. ഇപ്പോൾ ഡോക്ടർ മുനീറൊക്കെ എന്ന് പറയുന്നത് അദ്ദേഹമൊക്കെ മിതവാദിയായ ആളെന്ന് അറിയപ്പെടുന്ന ആളാണ്. CH മുഹമ്മദ് കോയയുടെ പുത്രനാണ്. അദ്ദേഹം ഷാജിയെ പിന്തുണച്ചിരിക്കുന്നു. അത് തന്നെ ഞാൻ പറഞ്ഞു, അദ്ദേഹം ഷാജിയെ പിന്തുണച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനകത്ത് അടിസ്ഥാനപരമായി ഈ നേതൃത്വത്തോടുണ്ട്. അടിസ്ഥാനപരമായ നേതൃത്വം ഞാൻ പറഞ്ഞത് പാണക്കാട് തങ്ങൾ, കുഞ്ഞാലിക്കുട്ടി ആണ് നിയന്ത്രിക്കുന്നത്. കേരളത്തിലെ മുസ്ലിം ലീഗ് എന്നുള്ള ഒരു വസ്തുതയാണ്. നിയന്ത്രിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരാണ് ഏറ്റവും സ്വാധീനിക്കുന്നത്. അത് പാണക്കാട് തങ്ങളെ മുന്നിൽ നിർത്തി കുഞ്ഞാലിക്കുട്ടിയാണ് അത് ചെയ്യുന്നതെന്നാണ് അങ്ങനെ അഭിപ്രായമുള്ള ഒരു വലിയ വിഭാഗമുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരവസരം അവർ കൃത്യമായി നോക്കിയിരിക്കുകയാണ്. ഇങ്ങനെ അപ്പം ഇവരെ മാറിക്കൊടുക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. പാണക്കാട്ട് തങ്ങളുടെ മാറ്റിക്കൊണ്ടൊരു സംസ്ഥാനം ഇപ്പോൾ ഇനി ഏതായാലും പറ്റത്തില്ല, നേതൃത്വത്തിൽ നിന്ന് പറ്റത്തില്ല. പക്ഷേ അല്ല, ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റിനെ നിയന്ത്രിക്കുന്ന സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഇരിക്കെ നമുക്ക് അവർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് പരമാവധി സമ്മർദ്ദം ചെലുത്തി നേതൃത്വം അപ്പോൾ ആ നേതൃത്വം പിടിച്ചടക്കാൻ, അല്ലെങ്കിൽ നേതൃത്വത്തിൽ ET മുഹമ്മദ് ബഷീർ, മുനീർ ഇവരൊക്കെ ഒരേ അഭിപ്രായക്കാരാണ്. ഇതിനെതിരെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. കുഞ്ഞാലിക്കുട്ടിക്ക് എതിരായ ഒരു ഇതായിട്ടാണ് അവർ നിൽക്കുന്നത്, ഒരു ഗ്രൂപ്പായിട്ടാണ് അവർ നിൽക്കുന്നത് എന്നുള്ളത് സത്യമാണ്. അത് മുസ്ലിം ലീഗിനെ ഒരു പിളർപ്പിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം മുസ്ലിം ലീഗ് പിളരുമോ ഇല്ലയോ, വഖഫിൽ തട്ടി മുനമ്പത്തിൽ തട്ടി മുസ്ലിം ലീഗ് പിളരുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഈ വഖഫ് നിയമ ഭേദഗതി ബില്ല് എന്ന് പറയുന്നത് പാസ്സായി കഴിയുമ്പോൾ പാസ്സാക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്ന് BJP പറഞ്ഞിട്ടുണ്ട്. സാധാരണഗതിയിൽ അത് പാസ്സാകുകയും ചെയ്യും എന്ന് വേണമല്ലോ കരുതാൻ. അത് കഴിഞ്ഞുള്ള സാഹചര്യം എന്ന് പറയുന്നത് എങ്ങനെ രൂപപ്പെടുമെന്നുള്ളത് നമ്മൾ ഇതുവരെ കണ്ട ഒരു രാഷ്ട്രീയമല്ല കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് കൂടി അതിനകത്ത് ഒരു ടിപ്പണിയുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.